ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് പോലീസിനെ കബളിപ്പിച്ചു മുങ്ങിയ പോക്സോ കേസ് പ്രതി പോലീസ് പിടിയിൽ. 2 മാസം മുമ്പ് മാളിയേക്കൽ നിന്നും കാണാതായ മുഹമ്മദ് നാഫിയാണ് ആലപ്പുഴയിൽ നിന്ന് പിടിയിലായത്. യുവാവിനെ കാണാതായതിനെ തുടർന്ന് മാതാവിന്റെ പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്യുന്ന ബ്യൂട്ടി സലൂണിലേക്ക് പോവുകയാണെന്നായിരുന്നു നാഫി വീട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ യുവാവ് ബേപ്പൂർ കടപ്പുറത്തെത്തി ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് വസ്ത്രമടങ്ങിയ ബാഗ് കടലിൽ ഉപേക്ഷിക്കുകയും ജീവനൊടുക്കിയെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. പോക്സോ കേസിൽ ശിക്ഷയുറപ്പായ നാഫി ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു നാടകം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് തീരദേശ സ്റ്റേഷനിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്തുന്നതിൽ വഴിത്തിരിവായത്. ബേപ്പൂരിലും അതുപോലെ തന്നെ മറ്റു തീരദേശ പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചെങ്കിലും ഡിയാൻ കടലിൽ ചാടി എന്നുള്ള നിഗമനത്തിലാണ് ഞങ്ങൾ എത്താൻ കഴിഞ്ഞത്. പക്ഷേ അതിനുശേഷം കടലിൽ കാണപ്പെട്ട ഒരു 2, 3, 4 മൃതദേഹങ്ങൾ, അജ്ഞാത മൃതദേഹങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയാലും ഡിയാന്റെ എന്ന് തോന്നുന്ന യാതൊരു തെളിവും തന്നെ ലഭിച്ചില്ല. ഞങ്ങൾക്ക് മനസ്സിലായി ഇയാൾക്ക് ഇതിനു മുന്നേ ഒരു 2021 ഒരു പോക്സോ കേസിൽ പ്രതിയാണ് ഇദ്ദേഹം. അപ്പൊ ഇയാള് ഇതിന്റെ വിചാരണ നടപടികൾ ഇപ്പം പെരിന്തൽമണ്ണ പോക്സോ കോടതിയിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വിചാരണ നടപടിയിൽ ശിക്ഷ കിട്ടും എന്നുറപ്പായ മുഹമ്മദ് നാഫി ഈ ശിക്ഷയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ആത്മഹത്യാ നാടകം ഒരുക്കുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെട്ടു. നിലമ്പൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജി ബാലചന്ദ്രന്റെ മേൽനോട്ടത്തിൽ കാളിക്കാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.